പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഇത് അടച്ചു വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വറുത്തെടുക്കണം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാലും മതി. ഒരു 2 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താലും മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല മാങ്ങയുടെ എല്ലാ പീസിലും ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ദിവസമൊന്നും പുറത്ത് കേടുകൂടാതെ നിൽക്കില്ല. കുറച്ച് കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്